പുന്നമടക്കായിൽ ഇന്ന് ആവേശത്തിരയിളക്കം. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ എന്നിവരാണ് മുഖ്യാതിഥികൾ. 22 ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി ആവേശപ്പോരിൽ തുഴയെറിയുന്നത്. ആലപ്പുഴ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കുമൊക്കെ അവധിയാണ്. പൊതുപരീക്ഷകൾക്ക് പക്ഷേ മാറ്റമില്ല. അജയ്നാഥും കെ പ്രശാന്തും ചേരുകയാണ്. അജയ്, പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ വലിയൊരു ആവേശം ആലപ്പുഴ ജില്ലയിൽ. കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം, കേരളത്തിലെന്നല്ല എല്ലായിടത്തുമുള്ള മലയാളികൾ ആ ഒരു ആവേശത്തിനൊപ്പമാണ്. ആലപ്പുഴയിൽ ആവേശം ഏതുവരെ എത്തി നിൽക്കുന്നു? അവിടെ കാര്യങ്ങൾ ഏതുവരെയായി? ഓരോ നിമിഷവും ഈ വള്ളംകളി പ്രേമികളെ കൊണ്ട് പുന്നമട നിറയുകയാണ് എന്നുള്ളതാണ്. പുന്നമടയിലേക്ക് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്കും ഒപ്പം ഈ പുന്നമടയുടെ ഇരു കരകളിലുമായി ആളുകൾ തടിച്ചു കൂടുന്ന ഒരു കാഴ്ച കൂട്ടുന്നുണ്ട്. ഇപ്പം DTPCയുടെ ടിക്കറ്റ് വിതരണ കൗണ്ടറിലാണ് നമ്മളുള്ളത്. വലിയ തിരക്കാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് ഒരു സെൻ്ററുണ്ട്, മറ്റൊരു സെൻ്ററാണിത്. ഈ രണ്ട് സെൻ്ററുകളിലും വലിയ തിരക്കാണ്, ജനത്തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ ആളുകളെല്ലാം തന്നെ ഈ വള്ളംകളി നടക്കുന്ന പുന്നമടയിലേക്ക് കടത്തിവിടും. അതിനുശേഷം ആരെയും തന്നെ പിന്നെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കഴിഞ്ഞ വ്യത്യാസമായി ഈ സീറ്റുകളിൽ മറ്റാളുകൾ അനധികൃതമായി കടന്നിരിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പരിശോധന നടത്തിയ ശേഷമാണ് ഈ കാണികളെല്ലാം തന്നെ കടത്തിവിടുന്നത്. DTPCയുടെ ഈ സെൻറ്ററിലും വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണ? വലിയ തിരക്കാണ്. പിന്നെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ടൂറിസ്റ്റുകളുടെ വലിയ കുത്തൊഴുക്കാണ് ആലപ്പുഴ ജില്ലയിലേക്ക്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ടിക്കറ്റുകളെല്ലാം ഒരാഴ്ചക്കാലം മുമ്പ് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അത്ര തിരക്കായിരുന്നു. ഇനി വളരെ പരിമിതമായ ഫിസിക്കൽ ടിക്കറ്റുകൾ മാത്രമാണ്. അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും എൻക്വയറി കൗണ്ടറുകൾ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളെല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫിസിക്കൽ ടിക്കറ്റ് ഇവിടുന്ന് വാങ്ങാവുന്ന കൊണ്ടുപോകാവുന്നതാണ്. അവർക്ക് ബോട്ടുകൾ പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം അടക്കമുള്ള സ്നാക്സ് വിവരങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ആലപ്പുഴയിലേക്ക് ടൂറിസ്റ്റുകൾ കുത്തിയൊഴുക്കും. അപ്പോൾ അവർക്ക് അടുത്ത വർഷവും അവർ വരാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യങ്ങൾ ഞങ്ങൾ ഇത്തവണ മുൻകൂട്ടി തയ്യാറാക്കുന്നുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ അങ്ങനെ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് 11 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ബോട്ടുകൾ നിറയുന്ന അവസ്ഥയിലേക്കാണ്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ പവലിയനിലേക്ക് ക്ഷണിക്കപ്പെടുന്ന അതിഥികളും 2500 രൂപ മുതലുള്ള വലിയ ടിക്കറ്റുകളും ഒക്കെയാണ് നമ്മുടെ ദ്വീപിലിരുന്ന് കാണാവുന്നത് ഫിനിഷിംഗ് പോയിന്റിലേക്ക്. മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള സാധാരണ ഡയറക്റ്റ് റോഡിലേക്ക് പർച്ചേസ് ചെയ്യാവുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം പോലീസിൻ്റെ സഹായമുണ്ട്, എൻക്വയറി കൗണ്ടറുകളുണ്ട്, ഇൻഫർമേഷൻ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ മുമ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക ടീം തന്നെ 24 മണിക്കൂറും നമുക്കിതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ പാസ് ചെയ്യൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രധാന ഘടകമാണ്. അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്കുള്ള സൗകര്യങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷവും നമുക്ക് ജില്ലയിലേക്ക് കൂടുതൽ വരുമാനം ഈ ടൂറിസ്റ്റുകളുടെ വരവിലൂടെ എത്തുമെന്നുള്ളതാണ്. ടൂറിസം മേഖല, ഹൗസ് ബോട്ട് മേഖലയൊക്കെ വളരെ ഈ യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിന്ന് മോചിതമായി വരുന്നൊരു ഘട്ടമാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾ ഇത്തവണത്തുള്ള വരവ് ഞങ്ങളുടെ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ഊർജ്ജം പകരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ തവണ ഈ അനർഹരായിട്ടുള്ള ടിക്കറ്റ് എടുക്കാത്ത ആളുകൾ ഈ സീറ്റ് കൈയേറുന്നൊരു സാഹചര്യം ഉണ്ട്. ഇത്തവണ കൊണ്ട് പരിശോധന കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്നുള്ളൊരു അത് എല്ലാ കാലത്തും നമുക്ക് ഒരു റേസിൻ്റെ ഒരു ഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓളമായി മാറും. അപ്പോൾ ഒരു ആവേശത്തരവുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി അല്ല വള്ളംകളി എന്ന് പറയുന്നത്. ഒരു ആവേശം വരുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് സീറ്റുകൾ നഷ്ടപ്പെടാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഘട്ടത്തിൽ അധികമാണ്. നമ്മൾ VIP-കളുടെ അടുത്ത് തന്നെയാണ് ടിക്കറ്റുകളൊക്കെ കൊടുത്ത് ആൾക്കാരെയും ഇരുത്തുന്നത്. പക്ഷേ മത്സരങ്ങൾ ഊർജിതമായി വരുന്ന ഘട്ടത്തിൽ ആവേശം കൊടുമുടിയിലേക്ക് ജനങ്ങൾ എത്തിച്ചേരും. അപ്പോൾ പിന്നിൽ നിൽക്കുന്നവർ ഇത് കാണാനുള്ള തിരക്കുകൊണ്ട് മുന്നിലേക്ക് വരും. നമ്മൾ അവരെ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കുക അസാധ്യമാണ്. പക്ഷേ ഇത്തവണ നമ്മൾ വലിയ ക്രമീകരണങ്ങൾ അങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഓരോ വർഷവും ചെയ്തു വരുന്നുണ്ട്. ഇത്തവണ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണം നൽകി വരുന്നവർക്ക് സീറ്റ് നമ്മൾ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തുള്ള വലിയ ആവശ്യത്തിലേക്ക് പുന്നമട മാറും. അതെ, ആവശ്യത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ശരിയെന്ന് വലിയൊരു ആവേശ തിരളക്കത്തിലേക്ക് എത്തും. അതെ. ഇപ്പം ആലപ്പുഴ ജില്ല ഒട്ടാകെ തന്നെ ആ ഒരു ആവേശത്തിലേക്ക് എത്തിച്ചേർന്ന്. നമ്മുടെ ജില്ലക്കാർ മാത്രമല്ല, പുറത്തുനിന്ന് വളരെ ആവേശത്തോടുകൂടി നോർത്ത് ഇന്ത്യയിൽ നടക്കാം ദിവസങ്ങളോളം ഇവിടെ തമ്പടിച്ച് മാധ്യമപ്രവർത്തകരാകട്ടെ സന്ദർശകരാകട്ടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർ എല്ലാവരും ഇതിൻ്റെ ഓളം ഒന്നേന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പങ്കുചേരുക എന്നുള്ളത് മാത്രമാണ്. ശരിയാണ്, നന്ദി. അതാണ് വലിയ ആവേശം ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. DTPCയുടെ നേതൃത്വത്തിൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അജയ് പറഞ്ഞ പോലെ സംഘാടകർ പറയുന്ന പോലെ വലിയൊരു ആവേശം, പ്രത്യേകിച്ച് ഇത്തവണ അരോമ ചുണ്ടൻ അടക്കം പുതിയ വള്ളങ്ങളൊക്കെ തന്നെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവേശം കുറച്ചുകൂടി ഒന്ന് കൂടില്ലേ?
തീർച്ചയായും അത് തന്നെയാണ് പുതിയ വള്ളങ്ങളുടെ ഒരു രംഗപ്രവേശമാണ് ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. അതായത് അരോമ ചുണ്ടൻ ഉൾപ്പെടെ ഇത്തവണ മത്സരരംഗത്തുണ്ട്. വലിയ തയ്യാറെടുപ്പുകൾ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ചമ്പക്കുളം വള്ളംകളിയിൽ 1ാം സ്ഥാനം നേടിയതാണ് അരോമ ചുണ്ടൻ. ആ ചുണ്ടൻ ഇത്തവണ നെഹ്റു ട്രോഫിയിൽ എത്തുന്നതും ആ ഒരു കപ്പ് ലക്ഷ്യമാക്കി തന്നെയാണ്. മറ്റൊന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അവരും വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് അവർക്ക് കപ്പ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് തിരിച്ചു പിടിക്കാനുള്ള വലിയ തയ്യാറെടുപ്പുകൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ക്ലബ്ബുകൾ അവരെല്ലാം തന്നെ വലിയ ആവേശത്തിലും ഒപ്പം തന്നെ വലിയ പ്രതീക്ഷയിലുമാണ് ഇത്തവണ വള്ളംകളിയിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് എത്തുന്നത്. കപ്പ് മാത്രമാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മത്സരം ഇത്തവണ കടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുത്തൻ വള്ളങ്ങളുടെ എൻട്രിയുണ്ട്. ഒപ്പം തന്നെ നിലവിൽ നിരവധി തവണ കപ്പ് നേടിയിട്ടുള്ള പരിചയസമ്പന്നരായിട്ടുള്ള വള്ളങ്ങളുണ്ട്. അവരും വീണ്ടും കപ്പ് നേടുവാനുള്ള വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അജയ് പറഞ്ഞ പോലെ രാവിലെയാണ് മത്സരങ്ങളൊക്കെ തുടങ്ങുന്നത്. പക്ഷേ എങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷമല്ലേ ആവേശം ഒന്നുകൂടി കൂടുന്നത്? കാരണം ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമൊക്കെ നടക്കുന്നത്. അതെ തീർച്ചയായും അതാണ്. 71 വള്ളങ്ങളുണ്ടെങ്കിൽ പോലും ഈ ചെറു വള്ളങ്ങളുടെ മത്സരങ്ങളാണ്, ഹീറ്റ്സ് മത്സരങ്ങളാണ് രാവിലെ മുതൽ നടക്കുക. അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ആ ഹീറ്റ്സ് മത്സരങ്ങളിൽ തന്നെ ആവേശം തിരതല്ലുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിലയിലേക്കാണ് ഹീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹീറ്റ്സ് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിക്കുന്നതാണ്. ആ ഹീറ്റ്സ് മത്സരങ്ങളിൽ ടീമുകളുടെ ഒരു എണ്ണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് 3 ഹീറ്റ്സുകളിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പ്രധാനപ്പെട്ട ടീമുകൾ ഒരു 3 ഹീറ്റ്സിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഹീറ്റ്സ് മത്സരങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷിംഗ് വരെ താണ്ടുന്നവരാണ്. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതായത് അങ്ങനെയാണ് ഇതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നതും. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഫിനിഷിംഗ് വരെ താണ്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ്സ് മത്സരങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ആരാണ് ഇക്കുറി വിജയിയാകാൻ വേണ്ടി പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ചെറിയ സൂചനയെങ്കിലും ഈ ഹീറ്റ്സ് മത്സരങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഹീറ്റ്സ് മത്സരങ്ങളിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ വലിയ ആവേശത്തിലേക്ക് പുന്നമട മാറും. അതിനുശേഷം ഫൈനൽ ഇത്തവണത്തെ ജലരാജാവ് ആരാണെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. നാടും നഗരവും എല്ലാം തന്നെ അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുന്നമടയിലും നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കോട്ടയത്തു നിന്നും കൊല്ലത്തു നിന്നും സ്വന്തം ജില്ല ആലപ്പുഴയിൽ നിന്നും ഒപ്പം തന്നെ മറ്റ് വിദേശികൾ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആവേശത്തിലേക്ക് പുന്നമട മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ, ശരി അജയ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ പുന്നമടക്കായൽ വലിയൊരു ആവേശം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അജയാണ് വിവരങ്ങളുമായി ഇപ്പം ചേർന്നത്.